ഇന്ന് IPL തന്നെ രണ്ട് ഡേഞ്ചറസ് ഓപ്പണേഴ്സ് ഉള്ള രണ്ട് ടീമുകളുടെ കളിയാണ്. അതും ചന്തീർ വെച്ചിട്ടാണ് കളി. ആര് ജയിക്കും, എത്ര റൺസ് വരും, എത്ര റൺസ് ആരടിക്കും, എങ്ങനെ എന്ത് സംഭവിക്കും. രാജസ്ഥാൻ റോയൽസിനും പഞ്ചാബ് കിങ്സിനും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ഡേഞ്ചറസ് ഒരു പോർഷൻ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ്. രണ്ട് ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാര് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിപ്പോ ആരാണെന്ന് പറയാൻ പറ്റില്ല. ജയ്സ്വാളും സൂര്യവംശും. ജയ്സ്വാൾ രണ്ട് കളിയായിട്ട് അടിക്കുന്നില്ല. എന്നാൽ പഞ്ചാബിന്റെ രണ്ട് ഓപ്പണേഴ്സും ആര്യ പ്രഭ്സിമ്രാൻ സിംഗ് ഇവര് എല്ലാ കളി അടിക്കുന്നുണ്ട്. ഡേഞ്ചറസ് ആണ്. ഇവരില് ആരടിച്ചാലും 6 ഓവർ 100 റൺസിനെ മേലെ അടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള രണ്ട് ഓപ്പണേഴ്സ് ആണ്. പക്ഷെ രാജസ്ഥാന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വന്നാലും വന്നില്ലെങ്കിലും അവരുടെ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാര് സൂര്യവംശി 100 അടിച്ചിട്ട് പോലും അന്ന് അവർക്ക് 200 റൺസ് 200 ഇതില് ഒതുങ്ങേണ്ട വന്നു. കാരണം ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരുടെ ഫോമില്ലായ്മ, ഹിറ്റ്മയർ, റയാൻ പരാഗ് അവസാനം ഫിനിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും രാജസ്ഥാൻ റോയൽസിനേക്കാൾ ബെറ്റർ ബാറ്റിംഗ് പെർഫോമൻസും ബാറ്റിംഗ് ഡെപ്തും ഉള്ള ഒരു ടീം പഞ്ചാബ് കിങ്സ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ആ ഓപ്പണിംഗിലെ റൺസ് വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാൻ കൊണോളി എന്ന ഒരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഉണ്ട്. അതുപോലെ തന്നെ കളി കൊണ്ടുപോകാനും ഫിനിഷ് ചെയ്യാനും എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവരുടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ശ്രേയസ് അയ്യർ. അത് കഴിഞ്ഞിട്ടും അവസരം കിട്ടാണ്ടിരിക്കുകയാണ് മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ ജാൻസൺ. സോ ബാറ്റിംഗ് പവർഫുൾ എന്തുകൊണ്ടും പഞ്ചാബ് കിങ്സ് തന്നെയാണ്. പിന്നെ അവരുടെ ബോളിംഗിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ബോളിംഗ് കുറച്ചും കൂടി സ്ട്രോങ് രാജസ്ഥാൻ റോയൽസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ഓപ്പണിംഗ് രണ്ട് ബോളേഴ്സ് തന്നെയാണ്, ആർച്ചറും ബർഗറും. ഇവർ രണ്ടുപേരും എപ്പോ വേണമെങ്കിൽ വിക്കറ്റ് എടുക്കാം. വെരി ഡേഞ്ചറസ് ആയിട്ട് ന്യൂ ബോൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് പവർ പ്ലേ ബോളേഴ്സ് ആണ്. ആർച്ചർ നമ്മൾ വേൾഡ് കപ്പിൽ കണ്ട ബോളിംഗ് അല്ല IPL എറിയുന്നത്. നല്ല ഒരു വിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആള് എറിഞ്ഞ് തല പൊളിക്കും തന്നെ പറയാം. നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട ഒരു മത്സരമാണ് ആർച്ചറും പഞ്ചാബിന്റെ ഓപ്പണേഴ്സും. ആർച്ചറിന്റെ സ്പീഡ് കൂടിയ ബൗൺസേഴ്സും സിംഗ് ബോളുകളും ഇവരെങ്ങനെ നേരിടും. ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിലാണ് കളി. ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിലെ ഏവറേജ് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 212 റൺസാണ്. 212 അവിടുത്തെ ഏവറേജ് സ്കോർ. എന്തായാലും നമുക്കൊരു റൺസ് മഴ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോ ഇന്നത്തെ ഒരു മത്സരം രണ്ട് തുല്യ ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. അപ്പൊ ഒരു നല്ലൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ജയിക്കും, പക്ഷെ കുറച്ച് ടൈറ്റ് മത്സരമായിരിക്കും. ഓക്കെ. പിന്നെ ചേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കി പോണ്ടിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് ടീമിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയില്ല. പരിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. അപ്പൊ സെയിം 11 ആയിരിക്കും പഞ്ചാബിന്റെ. അതുപോലെ തന്നെ രാജസ്ഥാന്റെയും വലിയ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് രണ്ട് ടീമിന്റെയും 11 ഏകദേശം സെയിം ആവാനാണ് സാധ്യത.